ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് എൻക്വയറീസ് നടത്താറുണ്ട്. എല്ലാവരും പറയുന്ന ഒരു റിക്വയർമെന്റ് ആണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതെ, ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതിന്റെ ചെറിയ രൂപം ഞാൻ ഇവിടെ തരാം. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും റെഡി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇവിടെ മാത്രമല്ല എവിടെയും ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ റെഡി പ്രോപ്പർട്ടീസ് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കയറി താമസിക്കണം, എനിക്ക് പെട്ടെന്ന് ഒരു വീടെടുത്ത് താമസിക്കണം ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് താമസിക്കാനുള്ളതാണ് റെഡി പ്രോപ്പർട്ടീസ്. അത് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല. നിങ്ങൾ ഫുൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് പറയാം. അല്ലെങ്കിൽ അതൊരു എൻഡ് യൂസറിന് അത്യാവശ്യമായിട്ടുള്ള നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പർപ്പസ് ആണ് റെഡി പ്രോപ്പർട്ടീസ് എടുക്കുന്നത്. ഇനി ഇൻവെസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്ക് ഓഫ്ലൈൻ തന്നെയാണ്. ഇനി അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ റെഡി പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഫുൾ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നതാണ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നിശ്ചിതമായ ഒരു സംഖ്യ കൊടുത്തിട്ട് ബാക്കിയുള്ള അത്രക്കത്ര നിങ്ങൾ ബാങ്കിൽ നിന്ന് മോർഗേജ് ഇടണം. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിയുടെ 80% ഒരു 20-25 വർഷത്തിൽ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ പെർ ഇയറിൽ 4% വെച്ചിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 20 വർഷം കൊണ്ട് 80% നിങ്ങൾ എക്സ്ട്രാ അതും കൊടുത്തു, ഒരാൾ വാങ്ങിച്ചതിന്റെ ലാഭമായിട്ട് അതും കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് ഒന്നും ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇനി നിങ്ങൾ ഓഫ് പ്ലാനിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡെവലപ്പർ, നമുക്ക് ഇവിടെ ഒരുപാട് ഡെവലപ്പേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടറിയുള്ള ഈ മാറെ ശോഭ, ബിങ്കാത്തി, ഒമ്യാത്ത, അങ്ങനെ ഒരുപാട് ഡെവലപ്പേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തതായിട്ടും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെല്ലാവരും ഇവിടെ ഇറക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് ടൈമിൽ നമ്മൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്. ലോഞ്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമി അവരെടുത്തിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾക്ക് തരികയാണ്. നമ്മൾ എന്നെ ഒന്ന് ആലോചിക്കും, നാട്ടിൽ നമ്മൾ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ വലിയ മാളോ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ലാൻഡ് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മേടിക്കും. അത് മേടിച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് അവരുടെ പണിയും വർക്കൊക്കെ കഴിഞ്ഞ് വരും, നമ്മളത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കും. അത് എന്തുകൊണ്ടാണ്? അതിന്റെ വാല്യൂ ദിനം പ്രതി കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു അസറ്റ് ആക്കി തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതേ പർപ്പസ് തന്നെ ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയാസിൽ നമ്മൾക്ക് ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലോഞ്ച് ടൈമിൽ ടോക്കൺ അടിച്ച് നമ്മൾ അതിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട യൂണിറ്റ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രൈസിന് അതിലത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഓഫ് പ്ലാനിൽ കിട്ടുന്നത്. ഇത് ഡെവലപ്പറുടെ കയ്യിൽ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ 2 വർഷം മുതൽ നമുക്ക് 5 വർഷം വരെയുള്ള പ്ലാൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ടൗൺ ഹൗസും വില്ലാസും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 വർഷം വരെ അത് നീണ്ടു പോകും. ഇനി അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ 1.25 വർഷം തൊട്ടിട്ട് ഒരു 3-4 വർഷം വരെ പോകുന്ന പ്ലാൻസ് നമുക്കുണ്ട്. അപ്പൊ ഇത്രയും സമയം നമുക്ക് ഈ പേയ്മെന്റ് പ്ലാൻ രണ്ടാക്കി തിരിക്കുന്ന പേയ്മെന്റ് ഒരു 100%-നെ തന്നെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് പകുതി പോർഷൻ നമുക്ക് കൺസ്ട്രക്ഷൻ സമയത്തും ബാക്കിയുള്ളത് നമുക്ക് ഹാൻഡ് ഓവർ സമയത്തും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയും നമുക്ക് മോർഗേജ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പകുതി പൈസയോളം നമ്മുടെ കയ്യിൽ നിന്ന് ഇൻസ്റ്റാൾമെന്റ് ആയി 3 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അടച്ചതിന് ശേഷം മാത്രമുള്ള എമൗണ്ട് നമ്മൾ മോർഗേജ് ചെയ്യോ, അല്ലെങ്കിൽ ഡെവലപ്പർ തരുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഹാൻഡ് ഓവറിന് ശേഷം അവിടെ തന്നെ താമസിച്ച് തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലുള്ള ഓപ്ഷൻസിലൂടെ നമുക്ക് കയ്യിലാക്കാൻ പറ്റുന്നതാണ് ഓഫ് പ്ലാൻ. അത് എൻഡ് യൂസറിനും പറ്റും, ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് വലിയൊരു റിട്ടേൺസ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അവിടുന്ന് കിട്ടുന്ന റെന്റൽ റിട്ടേൺസ് ആണെങ്കിൽ നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന 2 വർഷം 3 വർഷം കൊണ്ട് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നുണ്ട്, ആ ഏരിയയിൽ റെന്റൽ ഈൽഡും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഓഫ് പ്ലാൻ. ഇനി ഇവിടെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ കറന്റ് 5% മുതലുള്ള ഫ്ലെക്സിബിൾ പേയ്മെന്റ് പ്ലാൻസും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഡീറ്റെയിൽസ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ DM ചെയ്യുന്നത്.